ബംഗ്ലാദേശിനും പാകിസ്ഥാനുമൊക്കെ എന്ത് രൂപത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ വന്നാലും ശരി, ഇന്ത്യ കയ്യും മെയ്യും മറന്ന് അവരെ സഹായിക്കാറുണ്ട്. ഇപ്പോൾ തുർക്കിയിലും സിറിയയിലുമൊക്കെ ഭൂകമ്പം വന്നു. ആ സമയത്തും ഇന്ത്യയാണ് ആദ്യം അവിടെ എത്തിയതും അവരെ സഹായിച്ചതും. പാകിസ്ഥാൻ പട്ടിണിയും പരിവട്ടവുമായി നട്ടം തിരിഞ്ഞു നിന്നപ്പോഴും ഇന്ത്യയുടെ സഹായം എത്തി. ബംഗ്ലാദേശിലും അതുപോലെ. എന്നിട്ട് അവര് രണ്ട് കാലിൽ നിൽക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ ആദ്യം ചെയ്തത് എന്താ? ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ ഒരവസരം നോക്കി നടക്കുന്ന ആളുകൾ അത് ചെയ്യും. അപ്പോഴും ഇന്ത്യക്കൊരു തത്വം ഉണ്ടായിരുന്നു: സഹായിക്കും, പക്ഷെ വിശ്വസിക്കില്ല. കാരണം അന്ന് തന്നെ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരുന്നു, ഇവരെ സഹായിച്ചോ കുഴപ്പമില്ല, വിശ്വസിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോണമെന്ന്. കാരണം ഇവരുടെ രീതി അതാ. 1971 ബംഗ്ലാദേശിന്റെ വിമോചന യുദ്ധ കാലഘട്ടത്തില് വിമോചനം ആവശ്യപ്പെടുന്ന എല്ലാ ബംഗ്ലാദേശികളെയും കൊന്നുകളയാനായിരുന്നു പാകിസ്ഥാന്റെ പ്രസിഡന്റായ യഹിയ ഖാന്റെ ഉത്തരവ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിഭജനം വാങ്ങിപ്പോയ പാക്കികളെ കൊല്ലാൻ ഇവർ ഉത്തരവിടുമോ? ഇന്ത്യയിലാകുമ്പോൾ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ നിങ്ങൾ എത്ര വേണമെങ്കിലും കടന്ന് ആർമാദിച്ചോ, പ്രശ്നമുണ്ടാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പോ നമ്മൾ ആർക്കെതിരെ എന്ത് ചെയ്താലും ശരി തിരിച്ചു കിട്ടും. ഇന്ത്യയോട് എന്താണോ പാകിസ്ഥാൻ ചെയ്തത് അത് തന്നെയാണ് പാക്കികളോട് ബംഗ്ലാകളും ചെയ്തത്. അപ്പൊ യഹിയ ഖാന് നല്ല രൂപത്തിൽ ഒരു പണി കിട്ടി. അത് കാരണം പാകിസ്ഥാന്റെ സേന ജനറൽ ടിക്ക ഖാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ബംഗാളിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ, അതാണ് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ കിട്ടും. അതില് പഞ്ചാബികളും പഷ്തൂൺക പ്രവിശ്യയിൽ താമസിക്കുന്ന ആളുകളുമൊക്കെ, അവര് പട്ടാണികള്, സിന്ധികള്, ഇവരൊക്കെയായ പാകിസ്ഥാൻ സേനയ്ക്ക് ബംഗ്ലാദേശിന്റെ ഭൂപ്രകൃതി അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ അറിവ് ഇവർക്കില്ല. സുന്ദർബൻ കാടുകള്, ബ്രഹ്മപുത്ര ഡെൽറ്റ, ഇതൊക്കെ ചേർന്ന് കിഴക്കൻ ബംഗാളിന്റെ ഭൂപ്രകൃതി വളരെ വിസ്തൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബംഗാളി വിമതരെ കണ്ടെത്തുന്നതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി പാകിസ്ഥാൻ സേനയ്ക്ക്. അങ്ങനെ പാകിസ്ഥാൻ സേനയ്ക്ക് സഹായവുമായി ഒരു വിഭാഗം ബംഗാളികൾ മുമ്പോട്ട് വന്നു. അഞ്ചാം പാത്തികൾ എന്നാണ് ആ വിഭാഗത്തിന്റെ പേര്. അവരുടെ പേര് ജമാഅത്തെ ഇസ്ലാമി എന്നായിരുന്നു. സ്വന്തം സഹോദരങ്ങളെ ശത്രുവിന് ഒറ്റുകൊടുക്കാനും തരം കിട്ടിയാൽ അവരുടെ കുതികാലു വെട്ടാനും ആ അവസരത്തിനൊത്ത് നമ്മളോട് പടച്ചോൻ കൽപ്പിച്ചതുപോലെ, നബി പഠിപ്പിച്ചതുപോലെ അമുസ്ലിങ്ങളായ കാഫിറുകളെ കൂട്ടക്കൊല ചെയ്യാനും ഒരു മടിയും കാണിക്കാത്ത വിഭാഗത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന് 30 ലക്ഷം ഹിന്ദുക്കളാണ് കൊല ചെയ്യപ്പെട്ടത്. 30 ലക്ഷം ഹിന്ദുക്കൾ. അന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ക്യാമ്പയിനുകൾ ഒന്നും ഇല്ലാത്തത് എന്ന് സമാധാനിക്കാം. ഇന്നോ അതില് 3 ലക്ഷം സ്ത്രീകളാണ് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടത്. ഇന്ത്യ ഇടപെട്ട് മോചിപ്പിച്ച സ്വതന്ത്ര ബംഗ്ലാദേശില് ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കളും പിന്നീട് തൂക്കിലേറ്റപ്പെട്ടു. പാടത്ത് ജോലി ചെയ്താൽ വരമ്പത്ത് കൂലി കിട്ടണ്ടേ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ ഘടകമാണ് മുക്കാൽവൺ, അതുപോലെ ഒരു മീഡിയ പത്രവും. അങ്ങനെയുള്ള മുസ്ലിം തീവ്രവാദികൾ എല്ലാ വിധത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും പ്രതിരോധമെന്നോ വിസ്മയമെന്നോ
പോരാളികളെന്നോ പോരാട്ടമെന്നോ സ്വാതന്ത്ര്യ സമരമെന്നോ ഒക്കെ പറഞ്ഞ് ന്യായീകരിക്കണ്ടേ? കാരണം അവരുടെയും ഇവരുടെയും ലക്ഷ്യം ഒന്നു തന്നെ. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണല്ലോ ഇവര്. അപ്പോൾ ഇവരുടെ ബാധ്യതയാണ് അവര് ചെയ്തത് ശരിയാണ് എന്ന് ന്യായീകരിക്കുക എന്നത്. 1953 അഹമ്മദിയ കൂട്ടക്കൊല മുതൽ ഈ തീവ്രവാദ സംഘടനയ്ക്ക് ശക്തിയുള്ള സ്ഥലത്തെല്ലാം ഇവര് കാഫിറുകൾക്കെതിരെ, അമുസ്ലിങ്ങൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടത്തിയിട്ടുണ്ട്. കുടിവെള്ളം ചോദിച്ച ആസിയാബി എന്ന ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ കൊല്ലുന്നതിന് വേണ്ടി ലാഹോറിലെ തെരുവുകളിൽ വാളുകളുമായി ഇറങ്ങിയത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അതേ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഇന്നുമുള്ളത്. ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ലക്ഷണമൊത്ത വർഗീയ കലാപം, ഈ ന്യൂനപക്ഷ വേട്ട, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. അവരുടെ നിലപാടുകൾ, ആശയങ്ങൾ, പ്രസ്താവനകൾ, അടിസ്ഥാന തത്വങ്ങൾ, ലക്ഷ്യങ്ങൾ എല്ലാം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും എതിരാണ്. ഇവരുടെ പല നേതാക്കളെയും തൂക്കിലേറ്റേണ്ടി വന്ന ഷെയ്ഖ് ഹസീനയോട് ഇവർ ക്ഷമിക്കുമോ? ഷെയ്ഖ് ഹസീനയുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും അരിഞ്ഞു വീഴ്ത്തിയ ജമാഅത്തെ ഇസ്ലാമിയോട് ഷെയ്ഖ് ഹസീന എന്ന പുലിക്കുട്ടി ക്ഷമിക്കുമോ? പിൽക്കാലത്ത് ഓരോന്നിനെയായി അവരുടെ മടയിൽ കയറി പിടിച്ചു കൊണ്ടുവന്ന് പരസ്യമായി വിചാരണ ചെയ്തു തൂക്കിലേറ്റുകയും ബംഗ്ലാദേശിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സകലമാന മുറിയന്മാരെയും അപ്പിക്കുപ്പായക്കാരികളെയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത് ബംഗ്ലാദേശിന് പുതിയ ഒരു മുഖം നൽകി, മുഖഛായ നൽകി ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തിയായി വളർത്തിക്കൊണ്ടുവരാൻ ആ പുലിക്കുട്ടി ചെയ്ത സേവനങ്ങൾ ഈ ഭീകരർ ക്ഷമിക്കുമോ? ഇന്ത്യയിലെ ഈ ഭീകര ശക്തികൾക്ക് കാര്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്, പിന്തുണ ലഭിക്കുന്നുണ്ട്, ആൾബലമുണ്ട്, ശക്തിയുമുണ്ട്. അവസരം വരുമ്പോൾ അവരതെടുത്ത് ചെലവാക്കും. നമ്മൾ വിചാരിക്കും, ഓ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ ഒന്നുമില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ അതിനെ നിരോധിക്കുന്നതിന് കുറച്ചു മുമ്പ് ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, മഹാജന സമ്മേളനം, ജനമഹാസമ്മേളനം, കോഴിക്കോട് കടപ്പുറത്ത് വെച്ച്. എത്രയുണ്ടായിരുന്നു ആളുകള്? മാധ്യമങ്ങൾ എഴുതിയത് 4 ലക്ഷമെന്നും 5 ലക്ഷമെന്നുമാണ്. എങ്ങനെയുണ്ട്? മനസ്സിലായോ? ഏതെങ്കിലും ഒരു മതരാഷ്ട്രീയ സംഘടനകൾക്ക് ഇവരിൽ നിന്നും വിഭിന്നമായ ഇത്രയും ആളുകളെ ഒരു പ്രോഗ്രാമിന് സംഘടിപ്പിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ? അതായത് ഇവർക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ ഖബറിൽ കിടക്കുന്ന ഡെഡ് ബോഡികളെയാണെങ്കിലും ശരി എടുത്തുവച്ച് ബലാത്സംഗം ചെയ്യുകയും അവരെ എടുത്ത് അരച്ച് എല്ലുപൊടിയാക്കുകയും ചെയ്യും ഈ ആട്ടിൻ തോലിട്ട ചെന്നായകൾ. കാരണം അവർക്ക് മതേതരത്വം അന്യമാണ്. മതേതരത്വം പാടില്ല എന്ന് പറയുന്ന ഈ വിഭാഗത്തെ ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം നൽകി അവരെ കൂടി ശത്രുവാക്കി. ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി ബംഗ്ലയിലെ ജമാഅത്തെ ഇസ്ലാമികൾ. അപ്പോ ചോദിക്കും, നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയോ? അതും തഥൈവ. ഇവരുടെ ഭീകരതയ്ക്കെതിരെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സെക്യുലർ പാർട്ടിക്കാർ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമോ? പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമോ? ഇല്ല. ഈ ഭീകര സംഘടനകളെല്ലാം കൂടി ഒരുമിച്ച് മൂത്രമൊഴിച്ചാൽ
ഈ സെക്യുലർ പാർട്ടിക്കാർ അറബിക്കടലിൽ കിടന്ന് ചക്രശ്വാസം വലിക്കും. അതുകൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് അത് ഞമ്മക്ക് വേണം. അതില്ലാത്ത ഒരു കളിയുമില്ല. അപ്പോ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിട്ടാണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ ചില രാജ്യവിരുദ്ധരായ ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് കൂച്ചുവിലങ്ങിടാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സൈനിക ശക്തി അത്രമാത്രം വലുതാണ്. ഇറാനെ പോലെ നെറുകേട് കാണിച്ച് സ്വന്തം ജനതയെ ചുട്ടുകൊന്നു എന്നുള്ള ചീത്തപ്പേര് ഇന്ത്യ മഹാരാജ്യത്തിനില്ല. അതുകൊണ്ട് നിയമം മൂലം അവരെ തടയിടാനാണ് ഈ രാജ്യം ശ്രമിക്കുന്നത്. നിയമം മൂലം അവരെ ബ്രേക്ക് ചെയ്യണം. അതല്ലാതെ സ്വന്തം രാജ്യത്തിന്റെ പ്രജകളെ ചുട്ടുകൊന്ന് രാജ്യത്തിന്റെ തന്നെ യശസ്സും പ്രൗഢിയും നശിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി അല്ല ശ്രീ നരേന്ദ്രമോദി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് പ്രതികാരം ചെയ്യാൻ, ബംഗ്ലാദേശിനെ തകർത്ത് തരിപ്പണമാക്കാൻ ആരെയാണ് കൂട്ടുകിട്ടുന്നതെങ്കിലും ശരി, അവരതൊന്നെടുത്ത് ചെലവാക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാൻ ഒന്ന് നടുനിവർത്തി നിർത്താൻ പറ്റാതെ നിൽക്കുകയാണ് അതിന്റെ ഭരണാധികാരികൾ. പാകിസ്ഥാന്റെ പരിഷ്കരണ മാർഗങ്ങൾ ഇന്ന് ഭീകരത മാത്രമാണ്. ആയുധങ്ങൾ വാങ്ങി ശേഖരിച്ചു, യുദ്ധത്തിന് ആളുകളെ സന്നദ്ധരാക്കി, എല്ലാവരെയും നശിപ്പിക്കണം, തകർക്കണം, കൊല്ലണം, കൊലവിളിക്കണം എന്ന ഒരു ചിന്ത മാത്രം കൊണ്ടു നടന്ന പാക്കികൾക്ക് സ്വന്തം രാജ്യത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് പരിഷ്കരണ നടപടികൾ അവരാവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ കൂടുതൽ വായ്പകൾ വേണം. ആ വായ്പകൾക്കു വേണ്ടി ഇന്ന് പാക്കികൾ ഇന്ത്യയോട് കൈനീട്ടിക്കൊണ്ടിരിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ധനക്ഷാമവും രൂക്ഷമായതോടെ ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ബാധ്യതകൾ നിറവേറ്റാൻ പശ്ചിമേഷ്യയിലെ ബാങ്കുകളിൽ നിന്ന് വലിയ തുക വായ്പ വാങ്ങാൻ പാകിസ്ഥാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. 1.1 ലക്ഷം കോടി പാകിസ്ഥാനി രൂപയുടെ, അതായത് $4 ബില്യൺ ഈ വായ്പയാണ് വാങ്ങുന്നത്. നിലവിലെ $7 ബില്യൺ, അതായത് 1.95 കോടി പാകിസ്ഥാനി രൂപ ഈ വായ്പയ്ക്കാണ് അന്താരാഷ്ട്ര നാണയ നിധി, അതായത് IMFന്റെ അനുമതിക്ക് വേണ്ടി പാകിസ്ഥാൻ കാത്തിരിക്കുന്നത്. വായ്പയെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബും സംഘവും ദുബൈ ഇസ്ലാമിക ബാങ്കിന്റെ ഗ്രൂപ്പ് CEO ഡോക്ടർ അദ്നാൻ അദ്ദേഹവുമായി ഓൺലൈനിൽ കൂടിക്കാഴ്ച നടത്തിയതായിട്ട് ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൊട്ടു മുമ്പ് തന്നെ മഷ്റഖ് ബാങ്ക് പ്രസിഡന്റും ഗ്രൂപ്പ് CEOയുമായ മുഹമ്മദ് അബ്ദുലാലുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, മിഡിൽ ഈസ്റ്റിലെ മറ്റു ബാങ്കുകളിലെല്ലാം പാകിസ്ഥാൻ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന് ആശ്വാസമായി അടുത്തിടെ ലോക ബാങ്ക് റിപ്പോർട്ട് പുറത്തു വരുന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച നടപ്പ് സാമ്പത്തിക വർഷം മുതൽ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് കാണിച്ചിട്ടാണ് ഇപ്പോൾ വായ്പയ്ക്ക് വേണ്ടി തെണ്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 3 വർഷത്തേക്ക് ഒരു രൂപത്തിലും ഉയരില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. തീവ്രവാദത്തിന് വല്ല കുറവുമുണ്ടോ? ഇന്ത്യക്കെതിരെ തിരിയുന്നതിൽ വല്ല കുറവുമുണ്ടോ? ഇന്ത്യയെ ആക്രമിക്കാൻ, ഇന്ത്യയെ തിരിച്ചടിക്കാൻ കിട്ടുന്ന ഏത് സാഹചര്യമാണ് ബംഗ്ലാദേശികളാണെങ്കിലും പാക്കികളാണെങ്കിലും അഫ്ഗാനികളാണെങ്കിലും പാഴാക്കിയിട്ടുള്ളത്? പിന്നെ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ പുരോഗമനം കാരണം ഇന്ത്യ അവരെ കുറച്ചൊന്ന് സഹായിച്ചു. ഇതൊക്കെ ഇന്ന് ഒരു യുവതിയെ കൈയും കാലുമൊക്കെ പുറകോട്ട് കെട്ടി വായയും കെട്ടിയിട്ടിട്ട് ഒരു ഓപ്പൺ പ്ലേസിലിട്ട് വലിക്കുന്ന ചിത്രം കണ്ടു. നമ്മൾ വിചാരിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്ക് ഏതാണ്ടൊരു ശമനം വന്നിട്ടുണ്ട്, തീർന്നിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്.
കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പാകിസ്ഥാൻ ഹിന്ദുക്കളോട് ചെയ്യുന്ന ക്രൂരതകൾ കാണില്ല, ബംഗ്ലാദേശികൾ ഹിന്ദുക്കളോട് ചെയ്യുന്ന ക്രൂരത കാണില്ല. അതങ്ങനെയാണ്. കാരണം അവരുടെ കണ്ണുകൾ ഇപ്പോഴും റാഫയിലേക്കാണ്, അവരുടെ കണ്ണുകൾ ഇപ്പോഴും ഗാസയിലേക്കാണ്. അതുകൊണ്ട് പിന്നെ അവരെങ്ങനെ കാണും? ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേരളത്തിലെ മുക്കാൽവാണങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ബംഗ്ലാദേശ് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ സമാധാനത്തിന്റെ മാതൃരാജ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഹമാസ് ആണെങ്കിൽ ലോകത്തിലേക്കും ഏറ്റവും വലിയ പോരാളികളാണ്. തൊട്ടടുത്തിനെയും ശ്രീലങ്കയാണ്, ഇന്ത്യയാണ് എന്നൊക്കെ കമന്റ് ഇടുന്നത് കണ്ടിട്ടില്ലേ? അവരുടെ ഉള്ളിൽ കിടക്കുന്ന വികാരവും ഇത് തന്നെയാണ്. ബംഗ്ലാദേശിലെ അവരുടെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയുടെ ബ്രായും ജട്ടിയും പൊക്കിപ്പിടിച്ച് നടത്തിയ പ്രകടനങ്ങൾക്ക് ബ്രാ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമോ? മുക്കാൽ വണ്ണുകളൊക്കെ ആറാടിയത് നമ്മൾ കണ്ടില്ലേ? പാകിസ്ഥാൻ ചാര സംഘടനയാണെന്നും ചൈനീസ് സഹായത്തോടുകൂടി അട്ടിമറി നടത്തിയതെന്നും ഒക്കെ ബംഗ്ലാദേശിന്റെ ഇന്റലിജൻസ് പുറത്തുവിട്ടിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് എഴുതിയോ? ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, തൊട്ടടുത്തത് ഇന്ത്യയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവരിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടേക്ക് ചേക്കേറിയിട്ടുണ്ട്. അവരെ പ്രാണരക്ഷാർത്ഥം ഇങ്ങോട്ട് കയറിയതോടുകൂടി അവരുടെ മതവും ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയാണെന്ന് നമുക്കും അറിയാം. ബംഗ്ലാദേശും അഫ്ഗാനും ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. അവിടെ ഭൂരിപക്ഷ മതക്കാരാണ് ജനാധിപത്യത്തിനു പകരമായി അവരുടെ മതത്തെ സ്ഥാപിക്കാനും ആ മത നിയമങ്ങൾ പാലിക്കുന്ന രൂപത്തിലുള്ള ഒരു ഭരണകൂടം വേണമെന്നും ആവശ്യപ്പെടുന്നത്. അതിന്റെ പേരിലാണ് ആ കലാപം നടന്നത്. ഈ രാജ്യങ്ങളിലെ സൈനികരിൽ 90% മുസ്ലിങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ കണ്ടപ്പോൾ അവർ തോക്ക് തിരിച്ചു പിടിച്ചു. കാരണം സ്വന്തം ജനതയ്ക്കെതിരെ ആയുധമേന്താൻ പാടില്ലല്ലോ. ഇനിയും സുഡാപ്പികൾ പറയുന്നത് പോലെ അടുത്തത് ഇന്ത്യയാണെന്ന് വെക്കാം. ഈ രാജ്യത്ത് ഹിന്ദുക്കളാണല്ലോ ഭൂരിപക്ഷം. ഒരു സുപ്രഭാതത്തിൽ ഹിന്ദുക്കൾ പ്രതിഷേധം ആരംഭിക്കുന്നു എന്ന് വയ്ക്കുക. ജനാധിപത്യത്തിന് പകരം ഇവിടെ ഹിന്ദു രാജ്യം ആവശ്യപ്പെട്ടിട്ടാണ് പ്രതിഷേധ മാർച്ച് എന്ന് വയ്ക്കുക. ബംഗ്ലാദേശികൾ ചെയ്തതുപോലെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ തലയിൽ കയറിയിരുന്ന് മൂത്രമൊഴിക്കുകയും രാഷ്ട്രപിതാവിന്റെ പ്രതിമകൾ ഇടിച്ച് തകർക്കുകയും ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. സുഡാപ്പികളുടെ കടകൾ കൊള്ളയടിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതൊക്കെ ഇന്ന് ബംഗ്ലാദേശിനെ ന്യായീകരിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ഇവരുടെ തന്നെ മുക്കാൽ മാധ്യമവും മുക്കാൽ വണ്ണുമൊക്കെ ന്യായീകരിക്കുമോ? കേരളത്തിലെ പാക്കിയോളികൾ ന്യായീകരിക്കുമോ? മതം പറഞ്ഞ് കലാപമുണ്ടാക്കാനും അതിന്റെ പേരിൽ പട്ടാളത്തിൽ ഭൂരിപക്ഷമുള്ള മതവിശ്വാസികൾ ഇവരെ അനുകൂലിക്കുന്നുണ്ട്. അവര് സമരക്കാർക്കൊപ്പം ചേരുന്നുണ്ട്. അടുത്തത് ഇന്ത്യയാണ് എന്നിവര് പറയുമോ? ഇപ്പോഴുള്ളതുപോലെ നിങ്ങൾക്കൊക്കെ ജീവിച്ചു പോയാ മതിയോ തൽക്കാലം? ആ മുസ്ലിങ്ങളെ മുഴുവനും കൊന്നാൽ ഹിന്ദുക്കളെ മുഴുവനും കൊന്നൊടുക്കിയാൽ മുറിയങ്കാക്കാമാർക്ക് സ്വർഗം കിട്ടും, ഹൂറികളെ കിട്ടും. പക്ഷെ ഹിന്ദുക്കൾക്ക് എന്ത് കിട്ടും? മുറിയന്മാരെ മുഴുവനും കൊന്നൊടുക്കിയാൽ 72 മാറിടം തൊടുത്ത ഹൂറികളും മദ്യപ്പുഴയും ഒന്നും ഓഫറില്ലല്ലോ ഹിന്ദുക്കൾക്ക്. അതുകൊണ്ട് ഉത്തരേന്ത്യയില് വല്ല റൊട്ടിയോ മറ്റോ തിന്ന്, അതല്ലെങ്കിൽ ബജിയോ പാൻപരാഗോ ഒക്കെ വിറ്റ് അവര് ജീവിക്കുമായിരിക്കും. അടുത്തത് ഇന്ത്യയാണ് എന്നിവര് പറയുന്നത് വെറുതെയല്ല. ഇവരുടെ കയ്യിൽ അതിന് വേണ്ടുന്ന എല്ലാ തെളിവുകളുമുണ്ട്.
ഇവരുടെ കയ്യിൽ അതിനു വേണ്ടിയുള്ള എല്ലാ ആയുധ ശേഖരങ്ങളും യുദ്ധ സാമഗ്രികളും സൈനിക സന്നാഹങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. ഏതോ ഒരു മതേതരൻ വന്നിട്ടുണ്ടല്ലോ. വിഷ്ണു, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഹിന്ദു മുസ്ലിം എന്തൊക്കെ എന്താ വിവരിക്കാൻ നിൽക്കുന്നത്, നിങ്ങളെപ്പോലുള്ളവരാണ് വർഗീയത ഉള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. വിഷ്ണു തൽക്കാലം എവിടെയെങ്കിലും പോയിരുന്ന് വട്ടച്ചുരി ഉണ്ടെങ്കിൽ പോയി ചൊറഞ്ഞുകൊണ്ടിരിക്കണം. ഇറങ്ങി പടാ പടാ. ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നേ? അണ്ടിക്കണ്ണ കണ്ണൂരിട്ട് നോക്കടാ എന്താ നടക്കുന്നത് എന്ന്. ചെവി തുറന്ന് കേക്കടാ. എന്താ നിനക്കൊന്നും കാണാൻ പറ്റാത്തത്? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇവരെ സംബന്ധിക്കുന്ന വാർത്തകളൊന്നും പറയാൻ പാടില്ല അല്ലേ? അത് പറയുമ്പോ നിനക്കൊക്കെ പൊള്ളുന്നല്ലേ? വിഷ്ണു എന്നുള്ള പേരിൽ വന്നിരിക്കുന്ന നീ മുറിയനാണെന്ന് നിന്റെ അക്ഷരത്തെറ്റ് എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം പറയണമെങ്കിൽ പോലും ഫേക്ക് ഐഡിയിൽ വരണം. ഹമാസ് പോരാളികളാണ് ഇവർക്ക്. താലിബാൻ ഇവർക്ക് വിസ്മയമാണ്. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിച്ചതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ പണിയാൻ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഒരുമിച്ച് നിൽക്കുന്നത് എന്തിനാ? അവരുടെ അന്തർധാര സജീവമാണ്. കാരണം അവരെല്ലാവരും മുസ്ലിങ്ങളാണ്. അവർക്കൊരൊറ്റ പൊതുശത്രുവേ ഉണ്ടാകൂ, അത് കാഫിറുകളാണ്. ആ കാഫിറുകളെ ഇല്ലായ്മ ചെയ്യണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അമുസ്ലിങ്ങളുടെ കഴുത്ത് വെട്ടുകയും ജൂത പെണ്ണുങ്ങളെ കൊണ്ടുപോയി ബലാത്കാരം ചെയ്യുകയും ചെയ്തവർ കേരളത്തിലെ 3/4 മണ്ണിന് പോരാളികളായിരുന്നു. എനിക്ക് പ്രതിഷേധിക്കാൻ കിട്ടുന്ന മീഡിയയിൽ ഞാൻ പ്രതിഷേധിക്കും. എൻ്റെ അഭിപ്രായം തുറന്നു പറയാനാണ് എൻ്റെ ചാനൽ. പറ്റാത്ത ആളുകൾ കളഞ്ഞിട്ട് പോകുക. ഖുർആൻ പാരായണം തടഞ്ഞു എന്നതിന്റെ പേരിൽ ധാക്ക സർവകലാശാലയിലെ ഡീൻ പ്രൊഫസറായ അബ്ദുൽ ബഷീർ രാജിവെക്കണമെന്നാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉത്തരവ്. കണ്ടോ, ഒരു രാജ്യം എങ്ങനെയാണ് മതം സ്ഥാപിതമായാൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഇവരെന്തിനാ കോളേജുകളിൽ പോകുന്നത്? മതം ഉണ്ടാക്കാനാ? അതല്ലേ നിർമ്മല കോളേജിലും കണ്ടത്. മതം പ്രാവർത്തികമാക്കാനാണെങ്കിൽ നിസ്കരിച്ച് നോമ്പ് പിടിച്ച് ഇവർക്ക് വീട്ടിലിരുന്നാ പോരെ? ഇസ്ലാമിസ്റ്റുകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഒരു പക്ഷേ ആ കോളേജിൽ ഖുർആൻ കൊണ്ട് തന്നെ ആരംഭിക്കേണ്ടി വരും. പ്രതിഷേധിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഡീനിന്റെ ഓഫീസിൽ ഒത്തുകൂടി. ഉച്ചത്തിൽ അവരെല്ലാവരും ഖുർആൻ പാരായണം ചെയ്തു. ഇപ്പോൾ തന്നെ രാജിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. രാജിവെക്കണം. കാരണം എന്താ? ഞങ്ങൾക്ക് ഖുർആൻ കൊണ്ടാണ് ഇത് ആരംഭിക്കാനുള്ളത്. കോളേജിലാണ്. വിദ്യാർത്ഥികളെ പരസ്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ ആ കോളേജ് അനുവദിച്ചില്ല. അതൊരു തെറ്റാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ പോസ്റ്റുകൾ ഇട്ടൊരു ക്യാമ്പയിൻ ഉണ്ടാക്കി ആ പ്രൊഫസറെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത് അദ്ദേഹത്തിന്റെ എതിരിൽ വലിയ ഒരു ക്യാമ്പയിൻ സൃഷ്ടിച്ചു. അതിന്റെ താഴെ വന്ന മുറിയന്മാരുടെ കമന്റുകൾ ഒരു നിമിഷം ഇനി അവനെ വച്ചേക്കരുത് എന്നതായിരുന്നു. ഈ ഭീഷണികളെ തുടർന്ന് പ്രൊഫസർ അബ്ദുൽ ബഷീർ തന്റെ ഫാക്കൽറ്റി ഓഫ് ആർട്സ് ഡീൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഞാൻ ആർട്സ് ഫാക്കൽറ്റി ഡീൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു. ഈ വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്ന് അദ്ദേഹം രാജിക്കത്തിൽ പറയേണ്ടി വന്നു. ഇസ്ലാമിക രാജ്യം, ഒരു കോളേജ്, ഒരു ആർട്സ് കോളേജ്, അവിടെ ഖുർആൻ ഓതിക്കൊണ്ട് തുടങ്ങണം. അവിടെ ഖുർആൻ ഉച്ചത്തിൽ ഇവർക്ക് പാരായണം ചെയ്യാൻ സമ്മതിക്കണം. അവരവിടെ രാമായണം വായിക്കാൻ സമ്മതിക്കുമോ? അന്യമതസ്ഥരെ കൊണ്ട് കൊന്നും കൊല വിളിച്ചും ഇവർക്ക് ഇസ്ലാമിനെ വളർത്തിയേ പറ്റൂ.
ഒന്ന് ആലോചിച്ച് നോക്കണം. എവിടെയെല്ലാം ബോംബ് വയ്ക്കുന്നു, എവിടെയെല്ലാം പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, എല്ലാം ഇസ്ലാമിനെ വളർത്തുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാമാണ് ലോകോത്തര മതം. അതുകൊണ്ട് ലോകത്ത് ഇസ്ലാം മാത്രം മതി. അള്ളാഹുവിന്റെ മതമാണ്. അള്ളാഹുവിന്റെ മതം വളർന്നല്ലേ പറ്റൂ. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയുടെ സമീപം വെച്ച് അറസ്റ്റ് ചെയ്തതായിട്ട് ബംഗ്ലാദേശ് അതിർത്തി സംരക്ഷണ സേന റിപ്പോർട്ട് ചെയ്തു ഇന്നലെ. മുൻ സുപ്രീം കോടതി അദ്ദേഹം ചൗധരി മാണിക് അതിർത്തി കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. ഒരാൾക്കും ആ രാജ്യത്ത് നിലനിൽപ്പില്ല. ഷെയ്ഖ് ഹസീന ആ സ്ഥാനം ഉപേക്ഷിച്ച് രാജ്യം വിട്ടതോടെ ഭരണപക്ഷ പാർട്ടിയായ അവാമി ലീഗിന്റെ അനവധി നേതാക്കൾ അറസ്റ്റിലായി. അവാമി ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ വീടുകൾ അവർ കത്തിച്ചു. 100 കണക്കിന് അവാമി ലീഗ് നേതാക്കൾ സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ന് അഭയം തേടിയിരിക്കുന്നു. തങ്ങളെ എതിർക്കുന്ന, തങ്ങൾക്കെതിരെ നിൽക്കുന്ന, മതരാജ്യം മതരാഷ്ട്രം എന്ന ആശയത്തിനെതിരെ നിൽക്കുന്ന എല്ലാ ആളുകളെയും ഇല്ലായ്മ ചെയ്യണം എന്ന രീതിയിലേക്കാണ് അവർ പോകുന്നത്. വയനാട്ടിലെ സലീം പോടിന്ന് എഴുതിയേക്കുവാണ്, പേടിന്ന്. മലയാളം പഠിക്കാൻ ടീച്ചർ വിളിച്ച സമയത്തെ അറബിയാണ് ഇവർ ഓപ്ഷണൽ ലാംഗ്വേജ് ആയിട്ട് എടുക്കുന്നത്. ആ സമയത്ത് ആരുടെയെങ്കിലും ചെറ്റ പൊക്കാൻ പോയി കാണും. നിനക്ക് പ്രാടാണെന്ന് ഭ്രാന്തെന്ന് എഴുതുക. അക്ഷരം അറിയില്ലല്ലോ. പോട്ടെ. വയനാട്ടിൽ ദുരന്തം നടന്ന സമയത്ത്, ആ ദുരിതം ബാധിച്ച സമയത്ത് എല്ലാ മനുഷ്യനും ഒരുമിച്ച് നിന്നു ഒറ്റക്കെട്ടായി അവരെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ആ സമയത്ത് അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, സംഘടനയില്ല, ഹറാമുകളില്ല, ഹലാലുകളില്ല, കാഫിറുകളില്ല, വിശ്വാസികളില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. അവർക്കൊരുപാട് ഓഫറുകൾ വന്നു. വീടുകൾ വെച്ച് തരാം, ജോലികൾ തരാം, സ്ഥലം തരാം, പണം തരാം, മക്കളെ ഏറ്റെടുക്കാം, പെൺകുട്ടികളെ വിവാഹം കഴിക്കാം, വിധവകൾക്കൊരു ജീവിതം നൽകാം. ഇതൊക്കെ കഴിഞ്ഞപ്പോ അല്ല, പന്നിയൊക്കെ വിറ്റ് കിട്ടുന്ന പണം മുസ്ലിങ്ങൾക്ക് ഹറാമല്ലേ? വയനാട്ടില് പന്നി ഹറാമാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്. അവരോട് ചെയ്യുന്ന ആക്ഷേപമാണെന്ന്. അവർക്കിത് നാണക്കേടുണ്ടാക്കും, അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന്. എങ്ങനെയുണ്ട്? രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോ അതിൽ സുബൈദ താത്തായെ തിരിച്ചറിഞ്ഞതൊരു നായയാണ്. ഖുർആൻ ഹറാമാണ് എന്ന് പറഞ്ഞ നായ തിരിച്ചറിഞ്ഞ സുബൈദയുടെ ജീവിതം, ശേഷിക്കുന്ന ജീവിതം ഹറാമാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമോ? വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള പണം സ്വരൂപിക്കാനാണ് പോർക്ക് ചലഞ്ച് പ്രഖ്യാപിച്ചത്. അവര് ഡിവൈഎഫ്ഐക്കാര് അവര് ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ബിരിയാണി ഫെസ്റ്റ് നടത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ ചലഞ്ചുകളിൽ ഒന്നാണ് പന്നി ഫെസ്റ്റ്. അങ്ങനെ നാസർ ഫൈസി ഊളത്തായി വന്നു വിമർശിച്ചുകൊണ്ട്. സുന്നി മഹല് ഫെഡറേഷന്റെ ആളാ. അദ്ദേഹത്തെ ന്യായീകരിച്ച് സുന്നി ഫെഡറേഷൻ വന്നു. കാരണം ഇവരെല്ലാവരും ഒറ്റ മതവിഭാഗമല്ലേ. ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഹറാം ഹലാലും പെട്ടെന്ന് മാറത്തില്ലല്ലോ. നാസർ ഫൈസി ഡിവൈഎഫ്ഐയുടെ നിലപാടിനോടുള്ള തന്റെ വിയോജിപ്പ് അറിയിച്ചു. അത് ജനാധിപത്യപരമായ അവകാശമാണെന്ന് പറഞ്ഞ് SMFന്റെ സംയുക്ത പ്രസ്താവന ഊളത്തായിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നു. കണ്ടു, ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ഒന്നാ. നാളെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും എന്നതിന്റെ ഉദാത്തമായ ഉദാഹരണമാണിത്. ചിന്തിക്കാൻ ഒരു സാഹചര്യമാണിത്. പന്നിമാംസം നിഷിദ്ധമായി കരുതുന്നവരാണ് മുസ്ലിങ്ങൾ. ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഫണ്ട് സമാഹരിക്കാൻ നിരവധി സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ
ഒരു വിഭാഗത്തിന് നിഷേധിക്കപ്പെട്ട രീതിയിൽ പണം സ്വരൂപിക്കുന്നത് മതേതരത്വത്തിന് അനുയോജ്യമല്ലെന്നാണ് പറഞ്ഞത് അദ്ദേഹം. ഇവിടെ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാനായപ്പോൾ മതം കുത്തിത്തിരികി. കണ്ടില്ലേ? മതവിധിയാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത്. അപ്പൊ ബംഗ്ലാദേശികളുടെ ശത്രുവാണ് പാകിസ്ഥാൻ, പാകിസ്ഥാന്റെ ശത്രുവാണ് ബംഗ്ലകൾ. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ശത്രുക്കളാണല്ലോ മതേതരന്മാർ, അതായത് സ്വതന്ത്ര ഭാരതം. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് അവർ ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ അവരെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്നിട്ട്. പോർക്ക് ചാലഞ്ചിലൂടെ മതനിന്ന് ഒളിച്ചു കടത്താൻ ശ്രമിക്കുവാണെന്ന ആരോപണവുമായിട്ടാണ് ഊളത്തായി വന്നത്. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമല്ലേ ലക്ഷ്യം? ആ സമയത്ത് നിങ്ങൾക്ക് ബ്ലഡിന് ഹറാമില്ല, ഹലാലില്ല, നോക്കുന്ന ഡോക്ടർക്കില്ല, സഹായിക്കുന്ന ആളുകളുടെ പണം ഹലാലായിട്ടുണ്ടാക്കിയതാണോ ഹറാമായിട്ടുണ്ടാക്കിയതാണോ നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പന്നി ഫാമിന്റെ മുതലാളി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം നൽകിയപ്പോൾ അതിലും നിങ്ങൾക്ക് ഹറാമും ഹലാലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ ശരിയായ പ്രശ്നം എന്താണ്? സംവരണ വിരുദ്ധമായി തുടങ്ങിയ പ്രക്ഷോഭം ഹിന്ദു വിരുദ്ധമായി കലാശിച്ചത് എന്തുകൊണ്ടാ? അവരുടെ ലക്ഷ്യം എന്താണ്? എന്തായിരുന്നാലും ആശ്വാസകരമായ വാർത്തകൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ സംരക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ വലിയ ഒരു ക്യാമ്പയിൻ തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. അതിനെ എതിരിടാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം നൽകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ വാതിലുകൾ തുറന്നിട്ടിട്ട് തന്നെ ആയിരിക്കും കേന്ദ്രം അത് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഈ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. പടിപടിയായി ജനജീവിതം സുഗമമാക്കാനുള്ള വഴികളാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത് ഭരണാധികാരികൾ. ഇതിനിടയിൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ശേഷം എത്രയും വേഗം സ്വതന്ത്രവും നീതിപൂർവവുമായ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ് വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ജുഡീഷ്യറി, സിവിൽ അഡ്മിനിസ്ട്രേഷൻ, സുരക്ഷാ സേനകൾ, മാധ്യമങ്ങൾ ഇവയിലൊക്കെ സുപ്രധാനമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാലുടൻ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തും. ഞായറാഴ്ച ധാക്കയിൽ നയതന്ത്രജ്ഞരുമായി നടത്തിയ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ടാണ് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രമസമാധാന നില നിയന്ത്രണ വിധേയമാക്കുന്നത് കൊണ്ടാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന അതിനാണ് നൽകുന്നതെന്നും അതുകൊണ്ട് മറ്റു കാര്യങ്ങളല്ല തുടക്കത്തിൽ ശ്രദ്ധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെയും സായുധ സേനയുടെയും പിന്തുണയോടെ ഞങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസ് സേന അവരുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോ ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടുകൂടി ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ബംഗ്ലാദേശിലെ ജയിലുകൾ തുറന്നുകൊടുത്തു. അതിനകത്തുണ്ടായിരുന്ന എല്ലാ തീവ്രവാദികളും അക്രമികളും ഭീകരരും ജയിലിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളുമായി പുറത്തേക്ക് ചാടി. സമ്പത്ത് ഖജനാവ് കൊള്ളയടിക്കപ്പെട്ടു. ഇപ്പൊ സാമ്പത്തിക സ്ഥിരത പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുവാണെന്ന്. കാരണം ഏകദേശം ഷെയ്ഖ് ഹസീന അതൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നുകൊണ്ടിരുന്നതാ. ശക്തമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇനിയും ആ രാജ്യത്തെ പഴയ നിലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. ഇപ്പൊ ഇടക്കാല സർക്കാർ രൂപീകരിക്കപ്പെട്ടു. സർക്കാർ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ ഹിന്ദുക്കൾക്കെതിരെയാണ് തിരിഞ്ഞത്. ഇനിയും 1921 ഈ കേരളക്കരയിൽ നടത്തിയതുപോലെ ഒരു മലബാർ കലാപം ഒരിക്കൽ കൂടി ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇവർ ചെയ്താൽ, കാരണം ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ബംഗ്ലാദേശിൽ എന്താണ് ചെയ്തത്? അതേ ലക്ഷ്യവുമായിട്ട് അവർ ഇവിടെയുമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന അണികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരുടെ രാഷ്ട്രീയ സംഘടനയായ SDP ഇവരുടെ ലക്ഷ്യം എന്താ? 2047 ഇൻഷാ അല്ലാഹ് ഇൻക്വിലാബ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ലക്ഷ്യവുമായിട്ടാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്.
അതുകൊണ്ടാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. അവിടെ ആരംഭിച്ച ബംഗ്ലാദേശ് കലാപം, പ്രക്ഷോഭം, പ്രതിഷേധം, അതുപോലെ ഒന്ന് ഈ കേരളക്കരയിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇവർക്കുണ്ടാക്കാൻ വലിയ പ്രയാസമില്ല. കാരണം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ് ചതി, തീവ്രവാദം, ഭീകരത, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നത്. ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരികയും അള്ളാഹുവും റസൂലും ശരിയാണ് എന്ന് പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുകയും തെറ്റാണ് എന്ന് പറഞ്ഞതിനെ നിഷേധിക്കുകയും ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന്. ഇവരുടെ ഈ സ്വഭാവം മനസ്സിലാക്കിയ ഏതാനും ചില ആളുകളുണ്ട്. ഇന്ന് ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രി ഒരു പെൺ സിംഹമാണ്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് നിക്കരിക്കണം, ഞങ്ങൾക്ക് പിൻഭാഗം പൊക്കാൻ ഒരിടം എന്നൊക്കെ പറഞ്ഞു പോയാൽ അട്ടിച്ചെടുത്ത് സിറിയയിൽ കൊണ്ടുപോയി നിർത്തും. അവിടെ പോയിട്ടത് പറ്റില്ല. ഞങ്ങൾക്ക് കോളേജിൽ നിസ്കരിക്കണം, മര്യാദയ്ക്ക് കോളേജിൽ വന്നിട്ട് പഠിച്ചിട്ട് പോയിക്കണം, അല്ലെങ്കിൽ തൂക്കിയെടുത്ത് വെളിയിൽ തള്ളുക. മറ്റൊരാളാണ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിൽ പറ്റുമോ? ഇവരുടെ ഏതെങ്കിലും ഐഡിയകള് ഫ്രാൻസിൽ പറ്റുമോ? സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തല അറുത്തെടുത്തത് ഒരു 18 വയസ്സുകാരനായിരുന്നു. എത്ര വയസ്സ് മുതലാണ് ഇവർ തീവ്രവാദം പരിശീലിക്കുന്നതെന്ന് നോക്ക്. ക്രിസ്ത്യൻ വൈദികരെ ഒക്കെ കൊന്നത് 16നും 18നും ഇടയ്ക്ക് പ്രായമുള്ള മുസ്ലിം കുട്ടികളായിരുന്നു. ഇവര് പഠിച്ചു വരുന്നത് ഈ തീവ്രവാദമാണ്, ഭീകരതയാണ് ഇവര് പഠിച്ചു വരുന്നത്. പെട്ടെന്നൊരു ദിവസം ഇവരിൽ നിന്നും അതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ നാട്ടിലും ഇവർ ചെയ്യും. ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയ്ക്കകത്ത് പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം അച്ചടിച്ചു വന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ തന്റെ കുട്ടികൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ തലയറുത്തെടുത്തു. പിന്നീട് എന്താ ഫ്രാൻസ് കണ്ടത്? ഫ്രാൻസിന്റെ സകലമാന തെരുവോരങ്ങളിലും അതേ ചിത്രം വലിയ രൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടു. കാരണം ഇങ്ങോട്ടുണ്ടാക്കാൻ വരരുത് എന്ന് നല്ല രൂപത്തിൽ തിരിച്ചു. ഇപ്പൊ ജർമ്മനിയും ഇറ്റലിയും ഒക്കെ പഠിച്ചു ഇവരെ കൊണ്ട്. ബ്രിട്ടൻ ശരിക്കും പഠിച്ചു. ഇന്ത്യ പഠിക്കാത്തത് കൊണ്ടല്ല, ഇനിയും ഇറ്റലി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇവരെ കൊണ്ട്. ശരിക്കും പഠിക്കും ഇവരെ കൊണ്ട്. ഇവരെവിടെയൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ അവിടൊക്കെ ഇവർ ചെപ്പുത്തറയാക്കിയ ചരിത്രമേ ഉള്ളൂ, കുട്ടിച്ചോറാക്കിയ ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിൽ ഇവരുടെ വേല നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ഇത് നടപ്പില്ല. കാരണം നൈസ്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ, അതാണ് നിനക്ക് നല്ലത്. കുറെ നേരമായി നീ നിന്ന് ചൊറിയുന്നുണ്ട്. വിഷ്ണുവിനെ കുറച്ച് നേരമായിട്ട് ഞാൻ ചൊറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ വിട്ടതാണ്. നോക്കുമ്പോൾ അവന്റെ ചൊറിച്ചിൽ കുറച്ച് കൂടുന്നുണ്ട്. എവിടെയെങ്കിലും പോയി ചോദിക്കട്ടെ, അപ്പടാ ചെല്ല ചെല്ല. നിന്റെ കൂടെ കമന്റും വേണ്ട, നിന്റെ ഒക്കെ സപ്പോർട്ടും ഇവിടെ ആവശ്യമില്ല. ചെല്ല. അപ്പന്മാർക്ക് ഇതെങ്ങനെയാ സഹിക്കാൻ പറ്റുക? ഇവരെ കുറിച്ച് ശരിക്കും പഠിച്ച ആളുകൾ പറയുക ഒന്ന് സൂക്ഷിച്ചോളാണെന്ന് ഇന്ത്യയോട് പോലും. കാരണം ഷെയ്ഖ് ഹസീന വന്നു, ബംഗ്ലാദേശ് ശത്രുവായി. പാകിസ്ഥാനാണെങ്കിൽ അല്ലെങ്കിലേ ഇന്ത്യയുടെ വളർച്ച തീരെ പിടിക്കാത്തൊരു രാജ്യമാണ്. നരേന്ദ്രമോദിയുടെ കയ്യിൽ സ്വതന്ത്ര ഭാരതം ഇരിക്കുന്നിടത്തോളം മാത്രമേ നമ്മൾ ഭദ്രമായിട്ട് ഇവിടെ നിൽക്കൂ, അല്ലെങ്കിൽ നമ്മുടെ കാര്യവും പോക്കാണ്. ഈ നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് ഷെയ്ഖ് ഹസീന സങ്കല്പിച്ചു നോക്ക്. നരേന്ദ്രമോദി രാജിവെച്ചാൽ ഉടനെ പിന്നീട് ബംഗ്ലാദേശിൽ സംഭവിച്ചതിനേക്കാൾ രൂക്ഷമായ കലാപമായിരിക്കും ഈ സ്വതന്ത്ര ഭാരതം കാണാനിരിക്കുന്നത്. അത് നിങ്ങളോട് എനിക്കറിയുന്നത് കൊണ്ട്, മനസ്സിലായത് കൊണ്ട് എനിക്ക് നിങ്ങളെ ബോധവൽക്കരണം നടത്തിയേ പറ്റൂ. നന്ദി. സുജയ്, ഇത് എന്തൊരു ശബ്ദമാണ്?